കടന്നു വന്ന എല്ലാവർക്കും വീണ്ടും വന്ദനം. യാക്കോബിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിലേക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. ഈ രാത്രിയിൽ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു വന്ന വിഷയങ്ങൾ തന്നെ തുടർന്ന് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. യാക്കോബിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ളതാകുന്ന വേദഭാഗങ്ങളാണ്. ജെയിംസ് എപ്പിസിൽ ഓഫ് ജെയിംസ് ചാപ്റ്റർ 3 വേഴ്സസ് 1 to 12. അത് മൈക്കിൽ കൂടെ വായിക്കുന്നെങ്കിൽ ദയവായിട്ട് ആ വേദഭാഗം ഒന്ന് വായിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമായിട്ട് ചിന്തിച്ചതാകുന്ന വിഷയം കൺട്രോൾ ഓഫ് ദ ടങ് മാനിഫെസ്റ്റ് ദ ട്രാൻസ്ഫോംഡ് ഹാർട്ട്. അതായത് നാവിൻ്റെ നിയന്ത്രണം വാസ്തവത്തിൽ രൂപാന്തരപ്പെട്ട ആ ഹൃദയത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അതിൻ്റെ ആരംഭമാകുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ആ വേദഭാഗം ഒന്ന് വായിക്കാം പ്ലീസ്. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരനെ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങിയുമിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല. അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവുപഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. സ്തോത്രം. യാക്കോബിൻ്റെ ഈ 5 അധ്യായങ്ങൾ എന്നുള്ളത് ഒരു ലേഖനത്തിൻ്റെ മാതൃകയെക്കാളും ഒരു പ്രസംഗത്തിൻ്റെ മാതൃകയിൽ എഴുതപ്പെട്ടതാകുന്ന ഒരു ലേഖനമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇറ്റ് ഈസ് മോർ ലൈക്ക് എ പാസ്റ്ററൽ preaching. It is laced with words of wisdom and words of warning. നിശ്ചയമായിട്ടും മുന്നറിയിപ്പുകളും അതേസമയം തന്നെ ഗുണദോഷങ്ങൾ, നല്ല ഉപദേശങ്ങൾ നൽകുന്ന ഒരു പാസ്റ്ററുടെ പ്രസംഗം പോലെ, ഒരു ശുശ്രൂഷകൻ്റെ പ്രസംഗം പോലെയാണ് യാക്കോബിൻ്റെ ലേഖനം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ആൻഡ് ദ ഗോൾ ഓഫ് ദിസ് pastor or Apostle James is to lead his readers and his hearers to full spiritual maturity so that their whole being without reservation should be wholly Christ. യാക്കോബ് ഈ ലേഖനം എഴുതുമ്പോൾ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നുള്ളത് തന്നെ കേൾക്കുന്നവരെ അല്ലെങ്കിൽ ഈ ലേഖനം വായിക്കുന്നവരെ പരിപൂർണമാകുന്ന അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ആത്മീക പക്വതയിലേക്ക് നയിക്കുക. ആ ആത്മീക പക്വത എന്ന് പറഞ്ഞാൽ we belong fully unto the Lord without any reservation. യാതൊന്നും നാം ബാക്കി വെക്കാതെ നമ്മുടെ ജീവനെ മുഴുവനായി കർത്താവിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ആത്മീക പക്വത. ആൻഡ് ദാറ്റ് ഈസ് ദ ഗോൾ ഓഫ് ദിസ് അപ്പോസ്റ്റൽ ആസ് ഹി റൈറ്റ്സ് ദിസ് ലെറ്റർ. ആൻഡ് ഈ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് നമ്മൾ ഈ ലേഖനത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദിസ് ഈസ് ദ
single theme that runs through the first chapter till the last 2 verses of the 5th chapter. ഈ 5 അധ്യായങ്ങളിൽ ഈ ഒരു ലക്ഷ്യമാണ്, ക്രിസ്ത്യൻ മെച്യൂരിറ്റിയിലേക്ക്. സോ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാനായിട്ടിടയായി തീർന്നു. യഥാർത്ഥത്തിലുള്ളതാകുന്ന ആ വിശ്വാസം എന്താണെന്നാണ് യാക്കോബ് ഇതിലൂടെ തെളിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആൻഡ് dwelling on that particular theme, which is so related to the true saving faith, if somebody has true saving faith, that person will mature in his walk with the Lord. തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് അവനെ രക്ഷിക്കുന്ന വിശ്വാസം അവനിൽ ഉണ്ടെങ്കിൽ അവൻ കർത്താവുമായിട്ടുള്ള തൻ്റെ കൂട്ടായ്മ ബന്ധത്തിൽ അവൻ ആത്മിക പക്വതയിലേക്ക് വരും. യാക്കോബ് വിശേഷിച്ച് ഈ ലേഖനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 1-ാമത്തെ അധ്യായം മുതൽ ഹൗ സ്പിരിച്വൽ മെച്യൂരിറ്റി ഡെവലപ്സ് ത്രൂ അവർ റെസ്പോൺസ് ടു സഫറിങ്. നമ്മൾ കഷ്ടതയിൽ കൂടെ, വിവിധ നിലയിലുള്ള പരീക്ഷണങ്ങളിൽ കൂടെ ദൈവം നമ്മളെ കടത്തിവിടുമ്പോൾ അതിനോടുള്ളതാകുന്ന പ്രതികരണത്തിലൂടെ നമ്മുടെ ആത്മീകമാകുന്ന വളർച്ച എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, അത് എങ്ങനെയാണ് വികസിച്ചു വരുന്നത്, അതിനെക്കുറിച്ച് യാക്കോബ് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് ഹൗ സ്പിരിച്വൽ മെച്യൂരിറ്റി ഈസ് എൻഹാൻസ്ഡ് ബൈ അവർ റെസ്പോൺസ് ടു ദ വേൾഡ്. ദൈവവചനത്തോടുള്ളതാകുന്ന നമ്മുടെ പ്രതികരണത്തിലൂടെ, ഹൗ വി റെസ്പോണ്ട് ടു ഗോഡ്സ് വേർഡ്, whether we take it seriously, whether we would like to obey what we listen to. And that depends, or our spiritual maturity depends on how we respond to the word of God. നിശ്ചയമായിട്ടും ദൈവവചനത്തോടുള്ളതാകുന്ന ആ പ്രതികരണം ഏത് നിലയിലായിരിക്കുന്നുവോ അത് നമ്മെ ആ ആത്മിക പക്വതയിലേക്ക് വഴി നടത്തുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് നമ്മൾ ഈ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ one of the evidences of our real growing faith or our spiritually maturing walk with the Lord, കർത്താവുമായിട്ടുള്ളതാകുന്ന നമ്മുടെ ആ കൂട്ടായ്മ ബന്ധത്തിൽ നമ്മൾ ആത്മിക പക്വതയിൽ വളർന്നു വരുന്നതിൻ്റെ ഒരു തെളിവ് യാക്കോബ് ഇവിടെ നമ്മൾ വായിച്ചതാകുന്ന വേദഭാഗത്ത് പറയുന്നത്, it is evidenced by the use of our tongue. നമ്മുടെ നാവിനെ എങ്ങനെയാണ് നാം ഉപയോഗിക്കുന്നത് എന്നുള്ളത് റിയൽ സേവിങ് ഫെയ്ത്ത്, നാം ആ സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക്, ആത്മിക പക്വതയിലേക്ക് നമ്മൾ വരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. നാം അത് മനസ്സിലാക്കണം. And the mastery of our tongue is a clearest mark of a whole person, a true Christian. യാക്കോബ് പറയുന്ന ഒരു കാര്യം, നാവിന്മേൽ നമുക്കുള്ളതാകുന്ന ആ കൺട്രോൾ നിശ്ചയമായിട്ടും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്കുള്ളതാകുന്ന ഒരു എവിഡൻസ് ആണല്ലേ, ഒരു മാർക്കാണ് എന്നുള്ളത് നമ്മൾ വായിക്കുന്നു. ടങ് മാസ്റ്ററി ഈസ് ദ ഫ്രൂട്ട് ഓഫ് സെൽഫ് മാസ്റ്ററി. നമ്മുടെ നാവിനെ നിയന്ത്രിപ്പാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ നമ്മെ തന്നെ കൺട്രോൾ ചെയ്യുവാനും നമുക്ക് കഴിയും. നമ്മൾ തുടർന്ന് ചിന്തിക്കുവാൻ പോകുന്ന വിഷയം, ഒന്നാമതായിട്ട് യാക്കോബ് ഇവിടെ പറയുന്ന വിഷയം ഇൻ ചാപ്റ്റർ 3 ഓഫ് ജെയിംസ്, നമ്പർ 1, the difficulty of taming the tongue. James acknowledges that. യാക്കോബ് ആദ്യമായിട്ട് ഈ ലേഖനം നമ്മൾ വിശേഷിച്ച് ഈ 3-ാമത്തെ അധ്യായത്തിൽ
ആദ്യമായിട്ട് ആ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ, നാവിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ജെയിംസ് ഡസ് നോട്ട് ടോക്ക് ആസ് എ മാൻ ഹു ഈസ് ഓൾറെഡി അറൈവ്ഡ്. താൻ ഈ കാര്യങ്ങളിലെല്ലാം തികഞ്ഞു എന്ന നിലയിലല്ല യാക്കോബ് ഇവിടെ പറയുന്നത്. അതിൻ്റെ കാരണം, അതിൻ്റെ രണ്ടാമത്തെ വാക്യം, കഴിഞ്ഞ ആഴ്ചയിൽ ഒന്നാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അതായത് ഒന്നാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ നമ്മൾ വിശേഷിച്ച് ഓർപ്പിച്ചതാകുന്ന ഒരു കാര്യമുണ്ട്. ഈ എന്താ പറയുന്നേ, ഒക്കുപേഷണൽ ഹസേർട്സ് ഉള്ളതാകുന്ന ജോബിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും ടീച്ചിങ്സ് നമ്മൾ ഉൾപ്പെടുത്താറില്ല. നാച്ചുറലി ഉപദേശം അല്ലെങ്കിൽ പഠിപ്പിക്കൽ, പ്രസംഗിക്കുക എന്നുള്ളത് ഈ തൊഴിൽപരമാകുന്ന അപകടമുള്ള ഒരു ജോലിയായിട്ട് നമ്മൾ ആരും ഉൾപ്പെടുത്താറില്ല. എന്നാൽ യാക്കോബ് ഇവിടെ പറയുന്നത് വളരെയധികം ഇറ്റ് ഈസ് സോ മച്ച് ഫ്രോട്ട് വിത്ത് സോ മെനി റിസൾട്ട്സ് ഓർ സോ മെനി, എന്താ പറയുന്നത്, യാക്കോബ് പറയുന്ന കാര്യം, സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. സോ James the Apostle, he doesn't have a false perfectionism in the first place. താൻ എല്ലാറ്റിലും തികഞ്ഞിരിക്കുന്നു എന്നുള്ളതാകുന്ന ചിന്ത തനിക്കില്ല. Perhaps James may be recalling his own attitude towards his elder brother while this elder brother was at home with him during his growing years. ഒരു പക്ഷേ യാക്കോബ് ഇത് പറയുമ്പോൾ തൻ്റെ ജ്യേഷ്ഠ സഹോദരനോടൊത്ത് ജീവിക്കുന്ന ആ കാലഘട്ടത്തിലെ ചില കാര്യങ്ങളാകാം യാക്കോബ് ഓർക്കുന്നത്. വൈ ഡു ഐ സേ ദിസ്? മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം, മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 3 and verse 21. അവന്റെ ചാർച്ചക്കാർ അത് കേട്ടു, അവന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നു. നോക്കുക, മറ്റു ഗോസ്പലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ വീട്ടുകാരെ അത് കേട്ടിട്ട് ആരെ പിടിപ്പാൻ വന്നു? യേശു കർത്താവിനെ പിടിച്ചോണ്ട് പോകാൻ വന്നു എന്ന് പറഞ്ഞാൽ he is out of his mind. And it is reasonable for us to assume James may be recalling what he spoke against his elder brother as he was growing up. Maybe. That's what I said. ഒരു പക്ഷേ യാക്കോബ് ഈ കാര്യത്തെക്കുറിച്ചും താൻ ഓർക്കുന്നുണ്ടാകാം. മേ ബി അതുകൊണ്ടാകാം കൊരിന്ത്യരുടെ 1-ാമത്തെ ലേഖനം, 1 Corinthians chapter 15 and verse 7, അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, അവിടെ യാക്കോബിന് അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. നോക്കുക, അതായത് പത്രോസിന് കർത്താവ് പ്രത്യേകമായി പ്രത്യക്ഷമാകുന്ന നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസിനെ റെസ്റ്റോർ ചെയ്യാൻ. അതുപോലെ ഈ യാക്കോബിനും കർത്താവ് എന്ത് ചെയ്തു? ഒരു സ്പെഷ്യൽ റെവലേഷൻ, ഒരു പോസ്റ്റ് റിസറക്ഷൻ അപ്പിയറൻസ് ഈ യാക്കോബിന് നൽകുന്നുണ്ട്. സോ യാക്കോബ് ഇവിടെ പറയുന്ന ഒരു കാര്യം, താൻ ആദ്യം സഹോദരന്മാരെ അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത് എന്ന് പറഞ്ഞിട്ട് 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് പറയുക,
we all use our tongue. We all use our tongue. താൻ എന്താ പറയുന്നത്? നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. In other words, if the mastery of the tongue is a sign of maturity, it is so for all Christians, not only for the teachers and preachers of the word, and for them it is എന്താ പറയുന്നത്, preachers and teachers of the word നിന്ന് ഒരു വലിയ കാര്യമാണ് നമ്മൾ ഡിമാൻഡ് ചെയ്യേണ്ടത്. കാരണം വചനം അങ്ങനെയാണല്ലോ ഡിമാൻഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി പ്രീച്ചേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് കർത്താവിനോട് അവിടുത്തെ കൃപയ്ക്കായിട്ട് അപേക്ഷിച്ചേ പറ്റൂ. കാരണം ദാറ്റ്സ് ദ വേ ഇറ്റ് ഈസ്. It is a ministry that is fraught with dangers because we all have to stand before Christ, and especially the teachers and preachers. It is not an easy task. And James says, it is not only the preachers and teachers of the word, even every one of us is using our tongues. So, the mastery of tongue is a sign of maturity for all Christians. And ജെയിംസ്, യാക്കോബിൻ്റെ ലേഖനം 3:1-12 വരെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ യാക്കോബ് പൊതുവായിട്ടും പ്രത്യേകമായിട്ടും ഈ കാര്യം വളരെ കൃത്യമായി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. So how we use our tongues provides clear evidence of where we are spiritually. Okay? How we use our tongues provides clear evidence of where we are spiritually. നാം ആത്മീകമായി എവിടെയായിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമാകുന്ന തെളിവാണ് നാം എങ്ങനെ നമ്മുടെ നാവ് ഉപയോഗിക്കുന്നു എന്നുള്ളത്. അതാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. What comes out of our mouths is usually an accurate index of the health of our hearts. യാക്കോബ് പറയുന്നത് നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളെല്ലാവരും ഇല്ലായിരുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് നിങ്ങൾ ഓർക്കുമെന്നാണ് എൻ്റെ ചിന്ത. അതായത് പണ്ട് കാലത്ത് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, നാട്ടിൽ ഇവിടല്ല, ഡോക്ടേഴ്സ് ആദ്യം നോക്കുന്നതിനെന്നറിയാമോ? കണ്ണ് തുറന്നു നോക്കും, പിന്നെ വാ പൊളിക്കാൻ പറയും, നാക്ക് നീട്ടാൻ പറയും. സോ നാവിൽ നോക്കിയിട്ട് അകത്തുള്ള സ്ഥിതി എങ്ങനെയാണെന്ന് ഒരു ഫിസിഷ്യൻ മനസ്സിലാക്കുന്നു. ഏകദേശം അതേ കാര്യം ആത്മീകമായിട്ട് യാക്കോബ് ഇവിടെ പറയുകയാണ്. And this is not, by the way, a new teaching, a novel teaching of James, because his elder half-brother also taught the same thing. ഇത് യാക്കോബിൻ്റെ ഒരു പുതുമയുള്ള ഒരു ഉപദേശമല്ല. യാക്കോബിൻ്റെ ഹാഫ് ബ്രദർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന യേശു കർത്താവും ഇത് തന്നെയാണ് പഠിപ്പിച്ചത്. മത്തായി സുവിശേഷം ദയവായിട്ടൊന്ന് എടുക്കുക. മത്തായി സുവിശേഷം 12-ാം അധ്യായം 34-ാമത്തെ വാക്യം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 12 and verse 34, പ്ലീസ്. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നു. സർപ്പസന്തതികളെ,
നിങ്ങൾ ദുഷ്ടരായിരിക്കെ. സോ ഇന്റേണൽ കണ്ടീഷൻ ഈസ് വാട്ട് റിയലി, അതുകൊണ്ടാണ് ഈ വാക്യം ഫോർ, അതായത് അവിടെ ഒരു കൺജങ്ഷൻ ഇംഗ്ലീഷ് വേദപുസ്തകത്തിലുണ്ട്, ഒറിജിനൽ ലാംഗ്വേജിലും അത് തന്നെയുണ്ട്. ഫോർ, സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് പുറപ്പെടുവിപ്പാൻ എങ്ങനെ കഴിയും? എന്തെന്നാൽ for out of the abundance of the heart the mouth speaks. ഇല്ലേ? ഹൃദയം നിറഞ്ഞ് നിങ്ങൾ ആ കൂട്ടി വായിക്കണം. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലതെങ്ങനാണ് വരുന്നത്? അതിൻ്റെ കാരണം എന്തെന്നാൽ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വാ സംസാരിക്കുന്നത്. നൗ ഇവിടെ ഈ കൺട്രോൾ ഓഫ് ദ ടങ് എന്ന് പറയുമ്പോൾ ഇതിന് നിശ്ചയമായിട്ടും it has got both a negative and a positive aspects. It has got both negative and positive aspects. Number one, when we talk about the control of the tongue, it first of all involves the ability to restrain the tongue in silence. അതായത് നമ്മുടെ നാവിനെ നിശബ്ദമാക്കി അടക്കി വെക്കുവാനുള്ള ആ ഒരു എബിലിറ്റി, കഴിവ് എന്നുള്ളത് നാവിൻ്റെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമാണ്. But it also means being able to control it in gracious speech when that is required. അപ്പോൾ നാവിനെ അടക്കി വെക്കാൻ മാത്രമല്ല, കൃപയോടുകൂടി സംസാരിക്കേണ്ട ഇടത്ത് കൃപയോടുകൂടെ സംസാരിപ്പാനും കഴിയുന്നതിനെയാണ് നാവിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത്. മനസ്സിലാക്കണം കേട്ടോ. മിണ്ടാതെ ഇരിക്കുന്നതല്ല, മിണ്ടേണ്ടിടത്ത് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ നല്ല വാക്കു പറയുവാനായി കഴിയുന്നതിൻ്റെ പേരാണെന്ത്? കൺട്രോൾ ഓഫ് ദ ടങ്. ഓക്കെ, നമ്മൾ ആ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് യാക്കോബ് പറയുന്നത്, 3 പ്രധാനപ്പെട്ട കാര്യം, the 3 evidences of true faith നമ്മൾ കണ്ടു. ഒന്ന് എന്താ? come on, compassionate heart, അതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. compassionate heart is an evidence of a true, vibrant, living, growing, mature faith. അത് നമ്മൾ കണ്ടു. അടുത്തത് 2, controlled tongue, and thirdly a clean life, holy life. ഈ 3 കാര്യങ്ങളാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറഞ്ഞാൽ. ഓക്കെ, നിങ്ങൾ പല ആവർത്തി കേട്ടതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് കയറിയെന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓക്കെ, എനിവേ, അപ്പോൾ ഈ 2 കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ യാക്കോബ് ഈ കാര്യം പറഞ്ഞു വരുമ്പോൾ he is rather forced to confess something. അതെന്താണ്? നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ, there is no one is so perfect except the man Christ Jesus has, except the man Christ Jesus was able when it comes to mastering the tongue. That's what James says. അതായത് ഈ കൺട്രോൾ ഓഫ് ദ ടൈമിംഗ് അല്ലെങ്കിൽ
നാവിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്, യാക്കോബ് പറയുക, യേശു കർത്താവല്ലാതെ എന്ന് പറഞ്ഞാൽ യാക്കോബിൻ്റെ ആ വാക്കുകളില്ലാതെ തന്നെ താൻ പറയുന്നതാ. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് മാത്രമേ നാവിനെ നിയന്ത്രിക്കുന്നതിൽ 100% വിജയിച്ചിട്ടുള്ളൂ. വേറെ ആരും വിജയിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ സത്യത്തിൽ നമുക്കെങ്ങനെയാണ് ഈ കൺട്രോൾ ഓഫ് ദ ടങ് ഉണ്ടാകുന്നത്? അതിനൊരുത്തരേ ഉള്ളൂ. ആസ് വി ആർ ബീയിങ് conformed to the image of our Lord, we will slowly, gradually, steadily, we will find ourselves that we have the control of the tongue. Okay? അതിന് ഒരു ഉത്തരേ ഉള്ളൂ. നമ്മുടെ കർത്താവ് മാത്രമേ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് മാർഗം ഇതേ ഉള്ളൂ. ഇറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട്. There is only one way, that we are becoming increasingly being conformed to the image of our Lord Jesus Christ. നമ്മുടെ കർത്താവുമായിട്ട് അവിടുത്തെ സ്വരൂപത്തോട് അനുരൂപരാകുന്നതിൽ കൂടെ മാത്രമേ നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ബൈ ദ വേ, നമ്മൾ ഓർക്കണം, ഏറ്റവും നമുക്ക് വളരെ പരിചിതമാകുന്ന ഒരു വേഴ്സ് ഉണ്ട്. ഏതാണെന്നറിയാമോ? റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. ആ വാക്യം എല്ലാവർക്കും കാണാൻ അറിയാം അല്ലേ? സകലവും, അറ്റ്ലീസ്റ്റ് ഈ സെൻറ്റൻസ് എല്ലാവർക്കും അറിയാം. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പക്ഷെങ്കിൽ ആ വാക്യത്തിൻ്റെ അടുത്ത വാക്യം എന്നാണെന്നറിയാമോ? 29-ാമത്തെ വാക്യം. അവൻ അനേകം സഹോദരന്മാരിൽ, അതായത് യേശു കർത്താവ് അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഏറ്റവും വലിയ നന്മയേതാ? ഏറ്റവും വലിയ നന്മ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ നന്മയെന്ന് വേദപുസ്തകം വിളിക്കുന്നത്, നമ്മൾ നന്മയെന്ന് വിളിക്കുന്നത് മറ്റു വല്ലതുവാ? അതെന്തുവല്ലോ ആയിപ്പോട്ടെ. പക്ഷെങ്കിൽ നന്മയെന്ന് വേദപുസ്തകം വിളിക്കുന്നത് എന്താണെന്നറിയാമോ? ജ്യേഷ്ഠ സഹോദരനാകുന്ന യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ ദൈവത്തിന് നമ്മെ രക്ഷിച്ചപ്പോൾ ഒരു പ്ലാനുണ്ട്. അതിലോട്ട് വരാത്ത ആരും സത്യത്തിൽ നന്മയെന്ന് പറയുന്നത് അനുഭവിക്കുന്നേ ഇല്ല കേട്ടോ. നമ്മൾ പറയും, ഓ നമ്മൾ വലിയ നന്മയാണ്. എന്താ ഇത്? വലിയ ധനികന്മാർ അനുഭവിക്കുന്ന ആ സോ കോൾഡ് നന്മയുടെ ഒരു അംശമെങ്കിലും നമ്മൾ വല്ല ഇല്ലല്ലോ. അതല്ല, ലോകം പറയുന്ന നന്മയല്ല ദൈവവചനം പറയുന്ന നന്മ. എത്ര പറഞ്ഞാലും നമ്മുടെ ആൾക്കാർക്ക് ഇത് ഉള്ളിലോട്ട് കയറുകയില്ല. ഇതൊക്കെ ഉപയോഗത്താൽ നശിച്ചു പോകുന്നതാണ്. അതിന് താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. അത്രയേ ഉള്ളൂ. അനുഭവിക്കാൻ അല്പമൊക്കെ ദൈവം കൈ തരുമ്പോൾ ഇത് ചുമ്മാതെ, പണ്ടാണ് പറഞ്ഞ പോലെ അവർ കൂട്ടി വെക്കുന്നു, അനുഭവിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ റെക്ലെസ് ലിവിങ്ങിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, അതല്ല ഞാൻ പറയുന്നത്. ഇഫ് ഗോഡ് ഹാസ് ഗിവൺ യു, ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ്. അല്പമൊക്കെ ആരോഗ്യമുള്ളപ്പോഴൊക്കെ അനുഭവിക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ കുറേ കഴിയുമ്പോൾ ഒന്നും അനുഭവിക്കാനും പറ്റുകയില്ല. ഓക്കെ, അത് നമ്മുടെ വിഷയമല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്നതാണ് നാവിനെ കൺട്രോൾ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. സോ ദിസ് ബാറ്റിൽ ഫോർ വോക്കൽ ഹോളിനെസ് is a long running one, and it needs to be waged incessantly, daily, hourly,
ആൻഡ് എവറി മിനിറ്റ്. അതായത് വാക്കുകളിലുള്ള വിശുദ്ധീകരണം എന്ന കാര്യം ഇതൊരു നിലനിൽക്കുന്ന യുദ്ധമാകട്ടോ. അത് എല്ലാ ദിവസവും, എല്ലാ മണിക്കൂറിലും, എല്ലാ നിമിഷവും അത് നമ്മൾ ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ. ആൻഡ് we must do so for a very important reason. നമ്മൾ അത് ചെയ്യേണ്ടത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം അതിൻ്റെ പുറകിലുണ്ട്. രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. യാക്കോബ് പറയുന്ന വിഷയം ദ ഡിസ്പ്രപ്പോർഷനേറ്റ് പവർ ഓഫ് ദ ടങ്. ഒന്നാമത് നമ്മൾ കണ്ടു, ടൈമിങ് ദ ടങ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അത് യാക്കോബ് പറഞ്ഞു. അതായത് നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണ, അതായത് മെച്യൂരിറ്റി, സൽഗുണ പൂർത്തിയുള്ള പുരുഷനാകുന്നു. രണ്ടാമത്തെ വിഷയം, ഈ നാവിൻ്റെ ഒരു സവിശേഷത എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, there is a disproportionate power for the tongue. നാവിന് അതിൻ്റെ വലിപ്പത്തിന് ആനുപാതികമല്ലാത്ത ഒരു ശക്തിയുണ്ട്. നാവിൻ്റെ ശക്തി ഭയങ്കര ശക്തിയാണ്. യാക്കോബ് ഇവിടെ എന്താ പറയുന്നത്? ആ 3-4 വാക്യങ്ങളൊന്ന് വായിച്ചേ. എന്ന് പറഞ്ഞാൽ അവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ലുക്ക് അറ്റ് ദോസ് വെരി സ്മോൾ ഇൻസ്ട്രുമെന്റ്സ് കമ്പയർഡ് ടു ദ ഹ്യൂജ് ഇമ്പാക്ട് ഇറ്റ് മേക്സ്. 2 ചെറിയ ഉപകരണങ്ങൾ, ആ ഉപകരണങ്ങൾ അതിന് ഉണ്ടാക്കുന്ന പരിണിത ഫലം ഒത്തിരി വലുതാ. 3-4 വാക്യങ്ങൾ ഒന്ന് വായിച്ചോളൂ. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നു. കുതിര നമ്മൾ മനസ്സിലാക്കണം, കുതിരശക്തി എന്നൊക്കെ പറയാറില്ലേ, ഹോഴ്സ് പവർ. പക്ഷേ ആ ഹോഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് എന്താ? ഒരു ചെറിയ സാധനമാണ്. സോ the power of the tongue is, it is disproportionate. That's the point he makes here. അതായത് 2 ഇല്ലസ്ട്രേഷൻ എടുക്കുക യാക്കോബ്. ഒന്ന്, കുതിര. വായിച്ചോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ചോടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് നോക്കുക. അപ്പോൾ വലിയ കപ്പൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് അൺനോൺ ഈവൻ ഇൻ ദോസ് ഡേയ്സ്. ആ കാലത്ത് പോലും വലിയ കപ്പലുകളെന്ന് പറയുന്നത് ഒരു അസാധാരണമാകുന്ന കാര്യമൊന്നുമല്ല. കാരണം നമ്മൾ പൗലോസിൻ്റെ റോമിലേക്കുള്ളതാകുന്ന വോയേജിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ വായിക്കുന്നത് ആ കപ്പലിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നെന്നറിയാമോ? somebody more than 275 or 276 something, അല്ലേ? അത്രയും പേരും കാർഗോയും ഒക്കെ കയറ്റി പോകാൻ കഴിയുന്ന വലിയ കപ്പൽ. യാക്കോബ് പറയുകയാണ് 3-4 കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ചോടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. സോ ഇറ്റ് ഈസ് വിത്ത് ദ ടങ്, ജെയിംസ് സേസ്. യാക്കോബ് പറയുന്നത് അതുപോലെ തന്നെയാണ് നാവും. ഇറ്റ്സ് പവർ, ദ പവർ ഓഫ് ദ ടങ്, both for good and for evil, is out of all proportion to its size.
അതിൻ്റെ വലിപ്പവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്താൽ നാവിന് ചെയ്യാൻ കഴിയുന്ന നന്മയോ ദോഷമോ എന്നുള്ളത് അതിൻ്റെ വലിപ്പവുമായിട്ട് താരതമ്യം ചെയ്താൽ വളരെ വലുതാണ്, ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ്, ആനുപാതികമല്ല. അതാണ് യാക്കോബ് പറയുന്നത്. ഞാൻ നേരത്തെ ഞാൻ ഒരു നോട്ട് എഴുതി വെച്ചത്, ഞാൻ വായിച്ചതാകുന്നൊരു കാര്യം, ഒരു ദൈവഭൃത്യൻ പറഞ്ഞ ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞിങ്ങനെ: എ ഫൂൾസ് ടങ് ഈസ് ലോങ് ഇനഫ് ടു കട്ട് ഹിസ് ഓൺ ത്രോട്ട്. ഒരു ഭോഷന്റെ നാവിൻ്റെ നീളമെന്ന് പറഞ്ഞാൽ അവൻ്റെ തന്നെ കഴുത്തു മുറിക്കാൻ തക്കവണ്ണം നീളമുണ്ടത്. ഇത് ബുക്ക് ഓഫ് പ്രോവർബ്സിൻ്റെ ഒരു കമൻട്രിയിൽ നിന്ന് ഞാൻ വായിച്ച ഒരു കാര്യമാണ്. ഇവിടെ യാക്കോബ് പറയുന്ന ആ കാര്യം അതുതന്നെയാണ്. ഇറ്റ് ഈസ് ഡിസ്പ്രപ്പോർഷനേറ്റ് ടു ഇറ്റ്സ് സൈസ്. ദ പവർ ഈസ് ഡിസ്പ്രപ്പോർഷനേറ്റ്. അതുകൊണ്ട് ഇത് വലിയ പ്രയാസമാണ്. എന്നാൽ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് പറയുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം, ഓക്കെ, ആ വിഷയം നമുക്ക് പിന്നീട് ചിന്തിക്കാം. എന്നാൽ ഈ നാവിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ നാവിന് അതിൻ്റെ ശക്തി നല്ല കാര്യത്തിനു വേണ്ടി ഉപയോഗിപ്പാൻ ഒരുപാട് ശക്തിയുണ്ട്. എന്ന് പറഞ്ഞാൽ, when you use the tongue under the control of the Holy Spirit, or as you are being conformed to the Lord Jesus Christ, it will produce very helpful and pleasing fruit. നാവിനെ ദൈവവചനപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മൾ വിനിയോഗിച്ചാൽ വളരെ നല്ല ഫലം അതിനുണ്ടാകും. ഒരു വാക്യം ഒന്ന് വായിക്കാമോ? Proverbs chapter 15 and verse 4. സദൃശ്യവാക്യങ്ങൾ 15:4 ഒന്ന് വായിക്കാം. നാവിന്റെ ശാന്തത ജീവവൃക്ഷം. നോക്കുക, a gentle tongue is a tree of life. നാവിന്റെ ശാന്തത ജീവവൃക്ഷം. അടുത്ത, അതിന്റെ വക്രതയോ മനോവ്യസനം. നോക്കുക, but perverseness in it breaks the spirit. വക്രതയുള്ള നാവാണെങ്കിൽ മനോവസനം ഉണ്ടാകും. So James is telling us, although this is a very small instrument, it has got extraordinary power out of all proportion to its size. യാക്കോബ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നാവ്, ആ 2 ഉദാഹരണത്തിൽ കൂടെ യാക്കോബ് പറയുന്ന കാര്യം ഇതാണ്: നാവ് ഒരു ചെറിയ മെക്കാനിസമാണെങ്കിലും അതിൻ്റെ ശക്തി വളരെ വലുതാണ്. എന്നാൽ ഈ നാവിൻ്റെ ആ നന്മയ്ക്കോ തിന്മയ്ക്കോ ഉള്ളതാകുന്ന ശക്തി, ഞാനിത് പറയുമ്പോൾ അത് മറ്റൊരു വിഷയമാണ്. ഈ നാവിൻ്റെ ശക്തി എന്നും പറഞ്ഞ് ഈ വേർഡ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന വേദപുസ്തകത്തിലില്ലാത്ത ഒരു ദുരുപദേശമുണ്ട്. ആ ദുരുപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ സമയമില്ല. ഞാൻ പറയുന്നത് സംഭവിക്കും, അങ്ങനെ വേദപുസ്തകത്തിലില്ല. വാക്യങ്ങൾ ചിലപ്പം സംശയം തോന്നുന്നതുണ്ടാകാം. അതിൻ്റെ ക്ലാരിറ്റി ഞാൻ തരാൻ ഇപ്പം എനിക്ക് സമയമില്ലെങ്കിൽ ഒരു വാക്ക് ഞാൻ പറയാം. ജീസസ് ഈസ് ലോർഡ്.
നോട്ട് മീ. കർത്താവ് തൻ്റെ ലോർഡ്ഷിപ്പ് എൻ്റെ നാവിൻ്റെ താഴെ കൊണ്ട് വെക്കുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ ദ ലോർഡ് ഈസ് ഓവർ എവറിത്തിങ്. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറയുന്നത് വേദപുസ്തകത്തിൻ്റെ കാര്യമല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ട്, നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, ജീവനോ മരണോ ഒക്കെ ഉണ്ട്, ഓടി വരും നിങ്ങളുടെ മനസ്സിലേക്ക്. ഇപ്പം എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. യാക്കോബ് ഇവിടെ പറയുന്ന ഒരു കാര്യം താഴോട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നാവിനും ഹൃദയവുമായിട്ട് ഒരു വലിയ ബന്ധമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എന്നാൽ മൂന്നാമതൊരു കാര്യം കൂടെ ഞാൻ വളരെ പെട്ടെന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദ ഡിസ്ട്രക്ഷൻ കോസ്ഡ് ബൈ ദ ടങ്. അത് യാക്കോബ് ഉപയോഗിക്കുന്നതാകുന്ന ഒരു മനോഹരമാകുന്ന പിക്ചർ. വേഴ്സ് 6, 6-ാം വാക്യം ഒന്ന് വായിച്ചേ. നാവും ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. നോക്കുക, നാവും ഒരു തീ തന്നെ. മലയാളത്തില് പണ്ടാരോണ്ട് വായിച്ചെന്നാ പറഞ്ഞ നാവും ഒരു തീ തന്നെ എന്ന്. അത് ഒരുത്തി മാത്രമല്ല, ഒരുത്തനുമാകും. അതുകൊണ്ട് അങ്ങനെ പോകേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ യാക്കോബ് ഈ നാവിൻ്റെ വാട്ട് എ ഡിസ്ട്രക്ഷൻ ഇറ്റ് ക്യാൻ കോസ്. എ ഷാർപ്പ് വേർഡ്, എ ലൂസ് സെന്റൻസ്. ലൂസായിട്ട് നാവിന് കടിഞ്ഞാണില്ലാതെ ചിലപ്പോൾ പറയുന്ന കാര്യം ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും കേട്ടോ. ഭയങ്കര വലിയ തീ പോലെ ഫ്ലെയറപ്പ് ചെയ്യും. യാക്കോബ് ആ കാര്യമാണ് പറയുന്നത് 6-ാമത്തെ വാക്യത്തിൽ. അതായത് നാവ് ഒരു തീ തന്നെ. ഓക്കെ, 4-ാമതായിട്ട് ഞാനിതിൻ്റെ ആപ്ലിക്കേഷൻ പാർട്ടിലേക്ക് വരാൻ പോകുകയാണ്. സമയത്തിൻ്റെ പരിധിയിൽ ഞാൻ തീർക്കണമല്ലോ. To tame the tongue, we must recognize that its inconsistencies are rooted in its source. നാവിനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും പരമപ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാവിൻ്റെ ആ കടിഞ്ഞാണില്ലായ്മ അതിൻ്റെ ഉറവിടവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്, അല്ലേ? അതാണ് 9 മുതൽ 12 വരെയുള്ളതാകുന്ന ആ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ജെയിംസ് പോയിന്റ്സ് ഔട്ട് എ ഗ്രോസ് inconsistency that he no doubt had observed. അതായത് യാക്കോബ് ഒരു പൊരുത്തക്കേട് ചൂണ്ടിക്കാണിക്കുക. ഒരു പൊരുത്തക്കേട് എന്താണ്? ജീവിതത്തിൽ പലപ്പോഴും എന്താ പറയുന്നേ, നമ്മൾ വളരെ സ്പിരിച്വലാണെന്ന്, ആത്മീകരാണെന്ന് കാണിക്കുന്ന നിലയിൽ പെരുമാറും. ഒരിക്കൽ, ദയവായിട്ട് ഞാൻ ഈ പറയുന്ന ഉദാഹരണങ്ങളൊന്നും ഇല്ലാത്ത ഉദാഹരണങ്ങളല്ല, ഒരിക്കലൊരു സഭായോഗത്തിൽ ആദ്യത്തെ പാട്ടൊക്കെ പാടിയപ്പം ഒരു സഹോദരൻ മുന്നിൽ, അത് കേരളത്തിലല്ല, വേറൊരു സ്ഥലത്താണ്, അത് നിലത്തായിരിക്കുന്നതെന്ന് ഞാൻ പറയാൻ കാര്യം, നിങ്ങൾ ഒരു തരത്തിലും അത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി. ഒരു ആദ്യത്തെ പാട്ടൊക്കെ പാടുമ്പോൾ ഒരു സഹോദരൻ അങ്ങ് സ്പ്രിങ്ങല ഇങ്ങനെ അങ്ങ് സ്പ്രിങ്ങല മുട്ടയിലായിരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് സഭായം കഴിഞ്ഞ് കണക്ക് വായന.
കണക്ക് വായന തുടങ്ങിയപ്പോൾ ഇദ്ദേഹം മുട്ടലെങ്ങനെ ഇരുന്ന് സ്പ്രിങ്ങലായോ അതുപോലെ സ്പ്രിങ്ങലായി. കണക്ക് വായനയുടെ സമയം. അന്നേരം ഉപയോഗിക്കുന്ന വാക്കൊക്കെ അങ്കിളെ അതങ്ങനല്ല, അങ്കിളെ അതിങ്ങനല്ല. പിന്നെ കുറഞ്ഞു കഴിഞ്ഞ വാക്കുകൾക്കൊക്കെ വ്യത്യാസം വരാൻ തുടങ്ങി. യാക്കോബ് ഇത് ഒബ്സർവ് ചെയ്തു. എന്താ അവിടെ എന്താ നമ്മൾ വായിക്കുന്നേ? 9-ാം വാക്യം. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. അടുത്തത്, ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. എന്തൊരു ഇൻകൺസിസ്റ്റൻസി ആയത്! എന്തോരു പൊരുത്തക്കേടാണിത്! നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലപ്രവൃത്തി 2:4 അറിയാലോ, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. പിന്നെ അവിടെ അഗ്നി നാവുകൾ പോലെ പിളർന്നിരിക്കുന്ന, അഗ്നി എന്നൊന്നുമില്ല, പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എന്നിട്ട് അടുത്തത് അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ആദ്യം നിയന്ത്രണം ഏറ്റെടുത്തത് ഏതവയവത്തെയാ? പറ. നാവിനെയാ. മനസ്സിലാക്കണേ. When the Holy Spirit descended on the day of Pentecost, the first organ, it is written, at least it is written, he took control of is the tongue. അല്ലേ? അപ്പോ പരിശുദ്ധാത്മാവ് വന്നിട്ട്, ഞാൻ ഇനിയും പറയാൻ പോകുന്നത് ക്ഷമിക്കണേ, മറുഭാഷ പറയും, പക്ഷെ മാതൃഭാഷ പറയുമ്പം തെറ്റും. ഇതൊക്കെയല്ല. മനസ്സിലായോ? അത് ഇച്ചിരി ബ്ലെൻഡായിപ്പോയി അല്ലേ? അങ്ങനെ ഞാൻ എന്നെ കുറച്ച് ദിവസം കൂടെ സാധിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ നോ അതർ ഓപ്ഷൻ. See, when the Holy Spirit came, he took control of the tongue. അല്ലേ? ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ, ആത്മാവ് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് കണ്ടായിരുന്നോ? എന്തുവാ കണ്ടേ? അയ്യോ സൗരന്മാരെ, ഞങ്ങൾ എന്നാ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, when the Lord takes control of our tongue, this is what will happen. മനസ്സിലാക്കണം. കർത്താവ് നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്താൽ ഇതാ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് പറയുക, ഒരു നാവിനാൽ ദൈവത്തെ സ്തുതിക്കുകയും അതേ നാവിനാൽ സ്ലാൻഡർ ചെയ്യുകയും ചെയ്യുന്നത് it is not becoming to a Christian. It is unbecoming. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അത് ചേർന്നു പോകുന്നതല്ല. അതാ യാക്കോബ് പറയുന്നത്. This is such a great inconsistency. James saw that. അതുകൊണ്ടാണ് പറയുന്നത്, my brethren, these things ought not to be this way. In other words, what is happening now is in effect contrary to nature itself. അതായത് അങ്ങനെ സംഭവിച്ചാൽ അത് പ്രകൃതി വിരുദ്ധമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ട്? ശ്രദ്ധിച്ചേ, 11-ാം വാക്യം. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും എങ്ങനെയാണ് ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? അടുത്തത്, സഹോദരന്മാരെ,
ആ അത്തിവൃക്ഷം ഒലിവ് പഴവും ആ മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? നോക്കുക, ഇത് യാക്കോബ് പറയുന്നത് യേശു കർത്താവ് പറഞ്ഞ കാര്യം തന്നെയാ. എന്ത്? മത്തായി സുവിശേഷം 12:34 നമ്മൾ നേരത്തെ വായിച്ചു. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നല്ലോ വായ് സംസാരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം തന്നെ 15:18, 19 കൂടെ ഒന്ന് വായിച്ചു. മത്തായി 15, 18, 19. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 15, 18 and 19. വായിൽ നിന്ന് പുറപ്പെടുന്നതോ ആ ഹൃദയത്തിൽ നിന്ന് വരുന്നു. ശ്രദ്ധിച്ചേ, വായിൽ നിന്ന് പുറപ്പെടുന്നതോ എവിടെ നിന്നാ വരുന്നത്? ഹൃദയത്തിൽ നിന്ന് വരുന്നു. ഹൃദയത്തിൽ നിന്ന് വരുന്നു. അടുത്തത്, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. ഇൻ അതർ വേർഡ്സ്, the mouth is simply the opening that vents whatever is in the heart. യേശു പറയുന്നത്, നമ്മുടെ വായെന്ന് പറയുന്നത് സത്യത്തിൽ അകത്തെന്താണോ ഉള്ളത് അത് പുറത്തോട്ട് വരുന്ന ഒരു ദ്വാരം മാത്രമാണ് എന്നാണ് യാക്കോബ് പറയുന്നത്. അതുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങൾ, പ്രോവേർബ്സ് ചാപ്റ്റർ 4 and verse 23. പ്ലീസ് റീഡ്. സദൃശ്യവാക്യങ്ങൾ 4:23. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. നോക്കുക, എങ്ങനെയാ കാക്കേണ്ടത്? വാച്ച് ഓവർ യുവർ ഹാർട്ട് വിത്ത് ഓൾ ഡിലിജൻസ്. വാച്ച് വിത്ത് ഓൾ ഡിലിജൻസ്. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ. ജീവന്റെ ഉത്ഭവം. For from it flows the springs of life. ഈ ഗുഡ് ന്യൂസ് ബൈബിളിലെ ട്രാൻസ്ലേഷൻ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിനകത്ത് ഇങ്ങനെയാ, ബി കെയർഫുൾ ഹൗ യു തിങ്ക്, ഫോർ യുവർ ലൈഫ് ഈസ് ഷേപ്ഡ് ബൈ യുവർ തോട്ട്സ്. Be careful how you think. Your life is shaped by your thoughts. എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് വളരെ സൂക്ഷിച്ചോണം. കാരണം നമ്മുടെ ജീവിതം ക്രമപ്പെടുന്നത് ആത്യന്തികമായി, നമ്മൾ ആദ്യം അതറിയത്തില്ല, സ്ലോലി ആ നിലയിലേക്ക് നമ്മൾ പോകും. ഞാൻ വായിച്ച ഒരു കാര്യം ഞാനങ്ങ് വായിക്കാം. ഇത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാനത് നോട്ട് ചെയ്തത് ഇങ്ങനെ. ഒരു ലേഖനം പറഞ്ഞ്, ഹാവ് യു എവർ തോട്ട് about how terribly embarrassing life would be if there were a direct open line between your thoughts and your mouth, so that you blurted out loud whatever you were thinking. അദ്ദേഹം പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഹാവ് യു എവർ തോട്ട് അബൌട്ട്, അതായത് നമ്മൾ ഒരിക്കലേലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഹൃദയവും നമ്മുടെ നാവുമായിട്ട്, ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതല്ല കേൾക്കാൻ കഴിയുമെങ്കിൽ ഹൗ എംബാരസിങ് വി വുഡ് ബി, ഇല്ലേ? ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എത്ര ലജ്ജിതനാകും, അല്ലേ? ഫോർ എക്സാമ്പിൾ, നമ്മളൊരാളെ കാണുക, നമ്മൾ വളരെ പൊളൈറ്റായിട്ട് പറയും, ഓ എത്ര നാളായി കണ്ടിട്ട്, അയ്യോ ഞാനൊന്ന് കാണാൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അകത്ത് നമ്മൾ വേറൊന്നായിരുന്നു ചിന്തിക്കുന്നതെങ്കിൽ അത് പുറത്തു വരുമെങ്കിൽ എങ്ങനെ ഇരിക്കും? പിന്നെ
പൊങ്ങച്ചൻ പറയുന്ന ഒരാൾ നമ്മളിങ്ങനെ കേൾക്കുക, പൊങ്ങച്ചൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറയും, ഓ വെരി ഇൻട്രസ്റ്റിംഗ് ഇല്ലേ? പക്ഷേ ഉള്ളിൽ ചിന്തിക്കുന്ന ഇങ്ങനെ, എനിക്ക് എങ്ങനെയാണ് വേർ ഈസ് ദ നിയറസ്റ്റ് എക്സിറ്റ് എന്നുള്ളത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അത് ഐ എം നോട്ട് സജസ്റ്റിംഗ് ദാറ്റ് വി ഷുഡ് ബി ബ്ലണ്ട്, വി ഷുഡൻറ്റ് ബി പൊളൈറ്റ്. ഐ എം നോട്ട് സജസ്റ്റിംഗ് ദാറ്റ്. ഐ എം ഓൺലി പോയിന്റിങ് ദാറ്റ് even if you control your tongue, you often have a heart problem. That's what I said. Okay? നമ്മൾ യാതൊരു ഔചിത്യബോധവും ഇല്ലാതെ ചിന്തിക്കുന്നതെല്ലാം വിളിച്ചു പറയുന്ന, എന്നിട്ട് ഞാൻ നേരെ പോകുന്ന എൻ്റെ ഉള്ളിൽ ചിലർ ഈ ചുമ്മാതെ വഴക്കുണ്ടാക്കുന്നതിനെ ന്യായീകരിക്കുന്നതാണ്. ഞാൻ നേരെ പോകുന്ന അതൊന്നും അല്ലെന്നേ, ചുമ്മാതാതൊക്കെ. സത്യത്തിൽ ഈ നമ്മുടെ ഹൃദയവും നാവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേലും കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഹൃദയത്തിൽ തോന്നുന്നതെല്ലാം അങ്ങനെ വിളിച്ച് പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. സത്യത്തിൽ നമ്മുടെ നാവിന് ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ വലിയ പ്രശ്നം നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രശ്നമാണ്. അതാണ്. സോ ഇഫ് യു വാണ്ട് ടു ടൈം യുവർ ടങ്, ദ പ്ലേസ് ടു സ്റ്റാർട്ട് ഈസ് യുവർ ഹാർട്ട്. ദാറ്റ്സ് ദ പോയിന്റ്. അതായത് നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നാം തുടങ്ങേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് 2 Corinthians chapter 10 and verse 5. ഓക്കെ, ഒന്ന് വായിക്കാമോ? അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. Paul says we work daily at taking every thought captive to the obedience of Christ. So put some effort purposely, by the grace of God, by the power of the Holy Spirit. Lord, I want to control my thought life with your help. With your help. എൻ്റെ ചിന്താമണ്ഡലത്തെ എനിക്ക് അവിടുത്തെ കൃപയാലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാലും കൺട്രോൾ ചെയ്യണം. So if you want to control your tongue, start from your heart. Galatians 5:18 please. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിനെ, so walk, number 1, we must with the power of the Holy Spirit, we must take captive of every thought that rises against the knowledge of Christ. That's number 1. Secondly, we must walk daily under the control of the Holy Spirit. ആത്മാവിനെ അനുസരിച്ച് നടക്കണം. 3, we must renew our mind. നമ്മുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് റോമാലേഖനം 12:1-2. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരവുമായ യാഗമായി സമർപ്പിപ്പീൻ. എന്നിട്ട് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ളതാകുന്ന ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. റിന്യൂവിങ് അവർ മൈൻഡ്. മൈൻഡ് റിന്യൂ ആകണം. മൈൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് നമ്മൾ മനസ്സിലാക്കണം.
അതുകൊണ്ടാണ് സങ്കീർത്തനം Psalm 119 verse 11 ഒന്ന് വായിക്കാമോ? ഞാൻ നിന്നോട് പാപം ഞാൻ ചെയ്യാതിരിക്കേണ്ടതിന് നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. സോ വചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ. ഇറ്റ് ഈസ് പോസിബിൾ. ദൈവത്തിന് പരിശുദ്ധാത്മാവിനാൽ ഇത് പോസിബിളാ, നമ്മളാൽ പറ്റുകയില്ല. പരിശുദ്ധാത്മാവിനാൽ പോസിബിളാ. എങ്ങനെ? ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ഹി വിൽ ബ്രിങ് ടു റിമംബറൻസ് വാട്ട് ഈസ് ഓൾറെഡി ദെയർ ഇൻ യുവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിൽ ഉള്ളതിനെ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നമ്മുടെ മെമ്മറിയിലെ. ദാറ്റ്സ് വൺ ഓഫ് ദ മിനിസ്ട്രീസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകളിൽ ഒന്നതാണ്, നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ദൈവവചനം എഫേഷ്യൻസ് 4:29 ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. അതോടെ വായിച്ച്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അപ്പോൾ അതിൻ്റെ സോഴ്സ് എവിടാന്നറിയാമോ? നമ്മുടെ ഹൃദയം. ഇത് ഒരേ സമയം തന്നെ നമ്മൾ മനസ്സിലാക്കണം. യാക്കോബ് പറയുന്ന കാര്യം ഒന്ന്, യഥാർത്ഥ മെച്യൂറിങ് ഫെയ്ത്തിൻ്റെ ലക്ഷണം കൺട്രോൾ ഓഫ് ദ ടങ്, അത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു 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 ജനിച്ച് വീണ കുഞ്ഞ്, ഹി ഹാസ് ഓൾറെഡി ലൈഫ്, ഹി ഈസ് ഗ്രോവിങ്, അല്ലേ? ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെങ്കിൽ വി ഡിസിപ്ലിൻ ദാറ്റ് ചൈൽഡ്. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ ലൈഫ്. യഥാർത്ഥ വീണ്ടും ജനനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവവചനം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, ദാറ്റ്സ് നോട്ട് റൈറ്റ് ഓർ ദിസ് ഈസ് റൈറ്റ് എന്ന് ദൈവവചനത്തിൽ കൂടെ, ഒരു ബൈബിൾ ക്ലാസ്സിലൂടെ, ഒരു പ്രസംഗത്തിലൂടെ, ദൈവവചനം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ, ഇഫ് വി ആർ truly born again, if we are truly having saving faith, then നമ്മൾ ആ വഴിയെ നടക്കാം. ഇത് തന്നെ യാക്കോബ് പറയുന്നത്. ഒരേ സമയം യാക്കോബ് ഇതൊരു ഇൻസ്ട്രക്ഷൻ പോലെ പറയുമ്പോൾ, ദിസ് ഈസ് ഫോർ അവർ സാങ്ക്ടിഫിക്കേഷൻ, നമ്പർ 1. അതേസമയം തന്നെ ദിസ് ഈസ് ദ എവിഡൻസ് ഓഫ് ട്രൂ ഫെയ്ത്ത്. ഇത് രണ്ട് നിലകളിലും നമ്മളതിനെ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, യാക്കോബ് പറയുന്നത് പോലെ, സഹോദരന്മാരെ, നാം എല്ലാവരും പലതിലും തെറ്റുന്നവരാണ്. നമ്മളൊക്കെ പലതിലും തെറ്റുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് നമ്മൾ അപേക്ഷിച്ചാൽ, യേശു കർത്താവിനെ പോലെ തന്നെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആ വാക്യം വായിച്ചു, ക്ഷീണിച്ചിരിക്കുന്നവനെ, തകർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവിനെ തന്നിരിക്കുന്നു. മെസ്സിയായെക്കുറിച്ച് അതാ പറഞ്ഞേക്കുന്നത്. ശിഷ്യൻ മാത്രമല്ല, അവൻ വീഥികളിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയില്ല. പിന്നീട് എന്നറിയാം, പുകയുന്ന തിരി കെടുക്കുകയില്ല, ചതഞ്ഞ ഓട ഒടിക്കുന്നില്ല. മറ്റൊരു വാക്യം, അവൻ്റെ വായിൽ നിന്ന് വന്ന ലാവണ്യ വാക്കുകൾ നിമിത്തം എല്ലാവരും അവനെ പുകഴ്ത്തി. എന്തായിരുന്നു ലാവണ്യ വാക്കുകൾ? കർത്താവിൻ്റെ ഹി നെവർ മിൻസ്ഡ് വേർഡ്സ്. when people were hypocritical, when people were saying something and living something else, he was never tolerant of that. But the Bible says, എന്നാൽ അങ്ങനെ കർത്താവായിരുന്നപ്പോൾ തന്നെ വേദപുസ്തകം പറയുന്നത്, അവൻ്റെ വായിൽ നിന്ന് വന്ന ലാവണ്യ വാക്കുകൾ നിമിത്തം എല്ലാവരും അവനെ പുകഴ്ത്തി. കർത്താവിനോട് അനുരൂപപ്പെടാനായിട്ട് നമ്മുടെ നാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. അത് തുടങ്ങേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.